ഈശ്വമിശിഹായി സ്തുതിയായിരിക്കട്ടെ. പ്രത്യാശയുടെ ക്രൂശിൽ എന്ന നോമ്പുകാല ഒരുക്ക ചിന്തകളിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യരായ നാം എല്ലാം ചെറുതും വലുതുമായ ആഘോഷങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ഓരോ ആഘോഷങ്ങൾക്കായി നാം ചെറിയ ചെറിയ ഒരുക്കങ്ങൾ ഏർപ്പെടാറുണ്ട്. കത്തോലിക്ക സഭ പുസ്തകാലത്തെ ഒരു ഒരുക്കത്തിൻ്റെ കാലമായി വ്യാഖ്യാനം ചെയ്യുന്നു. കർത്താവായ ക്രിസ്തുവിൻ്റെ മഹാപ്രസംഗ ആഘോഷിക്കുവാനായുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ കാലം. ഈ ഒരുക്കകാലം മനോഹരമാക്കുവാനായി സഭ നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് ഇവിടെ ശ്രമിക്കാം. പ്രധാനമായും കാനോനിക നിയമങ്ങളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഏറെ പ്രത്യേകിച്ച് കാനോനിക ഗ്രന്ഥത്തിലെ 1250 ഭാഗം എല്ലാ വെള്ളിയാഴ്ചകളിലും, ഏറെ പ്രത്യേകിച്ച് തപസ് കാലത്തിൻ്റെ 40 ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ കാലയളവിൽ പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും നോമ്പെടുത്തുകൊണ്ടും ദൈവത്തോടൊപ്പമായിരിക്കുക. കരുണയുടെയും കരുതലിൻ്റെയും മറുമുഖങ്ങളാകുവാൻ നമുക്ക് ശ്രമിക്കാം. തന്നെ ത്യജിച്ച് മറ്റൊരു ക്രിസ്തു ആകുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സഭയോടൊപ്പം ഒരുമിച്ച് പരിശ്രമിക്കാം. അതോടൊപ്പം 1251 ഭാഗം കാനോൻ നിയമം നമ്മോട് ഏറെ പ്രത്യേകിച്ച് ദുഃഖവെള്ളി, ക്ഷാരബുധൻ തുടങ്ങിയ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുവാനായി ആവശ്യപ്പെടുന്നു. 2025 ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകാനായി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് ചിന്തിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടകൻ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിലേക്കുള്ള തീർത്ഥാടനം, സഹനത്തിൻ്റെ തീർത്ഥാടനം, ക്രിസ്തുവായി മാറാനുള്ള ഒരു തീർത്ഥാടനം ഈ നോമ്പുകാലത്തിൽ നമുക്ക് ആചരിക്കാനായി ശ്രമിക്കാം. ഉപവാസം എന്നത് എന്നിലെ ക്രിസ്തു അംശം തിരഞ്ഞ് അവനോടൊപ്പം വസിക്കലാണ്. ഉള്ളിലെ ക്രിസ്തു ഉൾക്കാഴ്ച നൽകാതെ അവരിലെ ക്രിസ്തുവിനെ ഞാൻ എങ്ങനെ കാണും? 2-ാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമാണരേഖകളിലെ ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ സാക്രോസാന്ത കോൺസിലിയും അതിലെ 109, 110 ഭാഗങ്ങളിലും നോമ്പുകാലം ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമി പരീക്ഷണത്തെ ഓർമ്മിച്ചുകൊണ്ട് സഹനജീവിതം നയിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിലുള്ള ജ്ഞാനസ്നാനവും പാപ സാഹചര്യങ്ങളിൽ നിന്നുള്ള മനസ്താപവും നമ്മോട് മറ്റുള്ളവർ ചെയ്യുന്ന പാപത്തെ ഓർത്ത് രമ്യത പ്രാർത്ഥനകൾ, ഒപ്പം കുരിശിൻ്റെ വഴി തീർത്ഥയാത്രകൾ, പാവപ്പെട്ടവർക്ക് നൽകുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, ഒരുക്കത്തോടു കൂടെയുള്ള കുമ്പസാരം, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ജപമാല തുടങ്ങിയ ഭക്താഭ്യാസങ്ങളിൽ ഏർപ്പെടാനായി ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ഭക്തപ്രവൃത്തികളോടൊപ്പം കരുണയുടെയും അനുതാപത്തിൻ്റെയും ക്രിസ്തുമുഖങ്ങളായി മാറുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, വിരിച്ച കരങ്ങളും ഭൂമിയോളം താഴ്ന്ന ശിരസും വിഷന്നൊട്ടിയ വയറുകളും വേദന പിളർത്തിയ നെഞ്ചുകളുമായി അനേകർ ചുറ്റിലും കടന്നു മറയുന്നുണ്ട്. അവർക്കൊരു ഇത്തിരി ക്രിസ്തു പ്രകാശം നൽകാം. ഈ തപസ്സുകാലം നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കുരിശിലേക്ക് നോക്കുക, കുരിശിനെ ധ്യാനിക്കുക. നമ്മുടെ ധാരണമായ പാപങ്ങളുടെ സഹനക്കറകളാണ് നമുക്ക് മുമ്പിൽ മൃതനായി 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നത്. ഉപവാസം ഉടയവനോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഉചിതമായ സമയമാണ്. ഇവിടെ ക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ശിഷ്യരോട് പറഞ്ഞ വാക്യം അർത്ഥവത്താകുന്നു. 1 മണിക്കൂർ നേരമെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ആകുന്നില്ലേ? നമ്മുടെ ഉള്ളുകൾ ക്രിസ്തുവിനോടൊപ്പം ഉണർന്നിരിക്കുന്ന ഗെത്സമനികളായി മാറട്ടെ. അങ്ങനെ നമ്മുടെ മിഴികൾ പതിയെ അവരൻ്റെ ഗെത്സമനിയിലേക്ക് പകുതി നൽകപ്പെടുന്ന ഇടയുണ്ടാകട്ടെ. അനുതാപം അത് രമ്യതയുടെ പര്യായമാണ്. അവരെന്നെ ചേർത്ത് നിർത്തുന്നിടം ക്രിസ്തുവിൻ്റെ ഗ്ലാവായും അവരെന്നെ ദാനം നൽകുന്നിടം ക്രിസ്തുവിൻ്റെ ആണിപ്പഴുത്തുള്ള കരങ്ങളായും പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച വായനകളിലെ ക്രിസ്തുവിന് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു പാപിനിയായ സ്ത്രീയെ നാം കാണുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് കർത്താവിന് മുന്നിലേക്ക് കൊണ്ടുവരാനായി എൻ്റെ കയ്യിലും ഒരു പാപപങ്കിലുമായ ഹൃദയമുണ്ട്. എൻ്റെ പാപങ്ങളാൽ മലിനമാക്കപ്പെട്ട ചുറ്റുമുള്ളവരുടെ കല്ലേർ മരണത്തിനായി ഏൽപ്പിക്കപ്പെടേണ്ടിയിരുന്ന ഒരു അർത്ഥപ്രാണമായ ഹൃദയം. ക്രിസ്തു വാഗ്ദാനം ചെയ്ത അനുരഞ്ജനത്തിൻ്റെ സൗഖ്യധൈനം കൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായി കൂടുതൽ ഒരുക്കമുള്ളതാക്കി മാറ്റാം. ഈ നോമ്പുകാലം ഇതിനായി നമ്മെ സഹായിക്കട്ടെ.